ഗായ്സ് അപ്പം ഇന്നിപ്പോൾ കല്യാണ തലേന്നാണ് കണ്ടോ ഞാൻ നൈൽസൊക്കെ വെച്ച് സെറ്റായിട്ടുണ്ട്. ഇനി അച്ഛനും ഒരുക്കാൻ പോവാണ് ഫസ്റ്റ്. അത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ഒരുക്കാം. മുബിക്ക കാത്തുക്കുന്ന നിങ്ങൾ വിൻഡോയിലൂടെ കാണുന്നില്ലേ? ഞാൻ പോട്ടെ ഗായ്സ്. അപ്പം ഞങ്ങൾ അങ്ങനെ ബ്രൈഡിനെ ഒരുക്കാൻ പോവാണ്. ഇന്ന് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടും അച്ഛനെ ലലിച്ചു. അപ്പം ഇവരെ ഒരുക്കിയിട്ട് ഫസ്റ്റ് വിടണം, എന്നിട്ട് വേണം എനിക്ക് മാറ്റാൻ പോകാൻ. ലിച്ചു നെയിലാണെങ്കിൽ നെയില് അച്ഛൻ നെയിൽ വെച്ചോന്നും അറിയില്ല, ഞങ്ങൾ വെച്ചിട്ടുണ്ട്. ലിച്ചു 2 കയ്യിലും വെച്ചിട്ടുണ്ട്. അച്ഛൻ്റെ മെഹന്തി കാണിക്കും. അച്ഛൻ്റെ വയ്ക്ക് ഏത് നെയിലാ? ആദ്യം ഇങ്ങനെ കുഴപ്പമില്ല, നാളെ നമുക്ക് വേറെ എടുക്കാം. ഇങ്ങനെ വെക്കലിച്ചോ ഫസ്റ്റ്, അനക്കത് വെക്ക അവിടെ. അടുത്തടുത്ത് വെക്ക എല്ലാരും കൈ. ആഹാ ഇങ്ങനെ വെക്ക. ഇനി ഇവിടെ ഇലിച്ചു കൈ എടുത്തിട്ട് പോ. യാ നൈസ്. ഇത് ഞാനിട്ടത്, ഇത് അച്ഛൻ്റെ, ഇത് നൂന്, ഇത് നൂന്, ഇത് അലിഫ്, ആഷ്നേൻ്റെ അലിഫ്. ഇത് നിഷാജിൻ്റെ നൂനാണ്. ഞങ്ങൾ അറബിക്കിലാണ് എഴുതിയിട്ടുള്ളത്. നല്ല രസമുണ്ട്. ഇനി ബാക്ക് സൈഡ് ആണെങ്കിൽ ബാക്ക് സൈഡ് നിന്റെ ബാക്ക് അല്ല, മൈലാഞ്ചിൻ്റെ ബാക്ക്. കുക്കു ഡാൻസ് സെറ്റ് അല്ലേ? എടാ ഡാൻസ് സെറ്റ് അല്ലേ? ഗൈസ് അങ്ങനെ അടുത്ത ആളും കൂടെ വന്നിരിക്കുകയാണ്. ഞങ്ങളുടെ ലിയാന ഷാജഹാൻ മതിയോ അല്ലെങ്കിൽ പൊന്നു? പൊന്നു ഇപ്പൊ നോക്കണ്ട, ഇത്രയായി. പണ്ട് ഞാൻ എടുത്തോട് നടന്നതാ. പക്ഷേ ഞങ്ങൾ ഡാൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ട് വീഡിയോയിൽ നോക്കിയിട്ടൊക്കെ. ഇനി എന്താണെന്ന് അറിയില്ല, ഒന്ന് ശരിക്കും റിഹേഴ്സൽ ചെയ്ത് നോക്കട്ടെ. ഓക്കെ ഗൈസ്, ബ്രൈഡിനെ ഒരുക്കാണ്. കൊള്ളാമെങ്കിൽ ഞാൻ കാണിച്ചുതരാം. ആരും ഒളിഞ്ഞു നോക്കുന്നേ? ഈ അച്ഛൻ്റെ ആരാണത്? അച്ഛൻ്റെ അനിയത്തിമാരല്ലേ? അച്ഛൻ്റെ കസിൻ സിസ്റ്റേഴ്സ് ആണ് അപ്പുറത്ത് കൂടെ വന്ന് ഒളിഞ്ഞു നോക്കുന്നത്. നാളെ അച്ഛന് ഒരുക്കാൻ പ്രൊഫഷണൽ ബ്യൂട്ടീഷ്യൻ വരും. അപ്പൊ ഇന്ന് എനിക്ക് കിട്ടി അച്ഛനെ, അതുകൊണ്ട് ഇന്ന് ഞാൻ നന്നായിട്ടൊന്ന് പെരുമാറാന്ന് കരുതി. അച്ഛൻ എന്താ അച്ഛൻ മിണ്ടാത്ത? അച്ഛനെ പിടിച്ചിരുത്തല്ലേ? ഈ അച്ഛൻ മിണ്ടൂല. ഞാൻ ഇങ്ങനെ വർത്താനം പറയാം അച്ഛനോട്. വ്ളോഗ് എടുക്കുമ്പോ അച്ഛൻ മിണ്ടൂല. ഈ സാധനം വരുമ്പോ മാത്രം എനിക്ക് ക്യാമറേന്റെ മുന്നിൽ ഭയങ്കര ഫോട്ടോ ജനിക്കണ്ട. ഗൈസ് ഞാനങ്ങനെ ഹെയറും മേക്കപ്പ് ഒക്കെ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ടച്ചു സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങോട്ട് തിരിഞ്ഞ് നോക്കട്ടെ. പക്ഷെ ഇന്ന് സിമ്പിൾ ആയിട്ടല്ലേ അച്ഛൻ? ഇനി മുടിയിൽ കുറച്ച് പണിയെടുക്കുന്നുണ്ട്. മേക്കപ്പ് എങ്ങനെയുണ്ട് ടിച്ചു പറ? മേക്കപ്പ് നല്ല സൂപ്പർ ആയിട്ടുണ്ട്. പിന്നെന്താ, പിന്നെ ഡ്രസ്സും മാലയൊക്കെ നമ്മൾ കുറെ ദിവസമായി കണ്ടോണ്ടിരിക്കണല്ലേ. അപ്പൊ നിങ്ങൾ പറ ഗൈസ് എങ്ങനെയുണ്ടെന്ന്. ഒരാളവിടെ നോക്കി ഡാൻസ് പഠിക്കുന്നുണ്ട്, പൊന്നു. അപ്പൊ ഞാൻ പോയി മാറ്റിട്ടെന്നാ. കുക്കു ഈ ഡ്രസ്സാണോ കുക്കു ഇന്ന്? പക്ഷെ ഇത് നല്ല മാച്ച് ഉണ്ട് അച്ചുമായിട്ട്. ഇവിടെ നിൽക്ക് രണ്ടുപേരും ഒന്ന് നോക്കട്ടെ. നല്ല മാച്ച് ഉണ്ട്. ബാഗൊക്കെ ഇട്ടിട്ട് തരാമോ വന്നത്? നല്ല മാച്ച് വെച്ചു, സൂപ്പർ. അപ്പൊ ഞങ്ങള് റെഡിയായി. ഓഡിറ്റോറിയത്തിലേക്ക് പോവാൻ നിൽക്കാൻ ഗൈസ്. ഇതാണ് മാളുന്റെ. ഈ പെണ്ണ് മാത്രമേ ഉള്ളൂ പോവാൻ അവിടെ. ഇതാരാണെന്ന് നോക്കൂ. മണ്ഡപത്തിലേക്ക് പോവാണ് കല്യാണ പെണ്ണിനെ കൊണ്ട്. വണ്ടി ഫുള്ളാണ് കേട്ടോ. കസിൻസും പുതിയണ്ണും എല്ലാരും ഉണ്ട്. മാളു എന്താ നമുക്ക് പറയാനുള്ള കല്യാണ പെണ്ണെ? അപ്പൊ ഓക്കെ, ബാക്കി കാണാം. ഡാൻസിന്റെ സ്റ്റെപ്പ് കണ്ടോ ഇങ്ങനെ കാറ്റ് പിടിച്ചിരിക്കണ. ഇന്ന് വേണോ അറിയില്ല നമുക്ക്. എടുത്തോ? ഞങ്ങളെ കാണുന്നുണ്ടോ അതിന്റെ ഉള്ളില്? ഇതിന്റെ ഉള്ളില് കാണുന്നുണ്ടോ? കുടിച്ചിട്ട് കയറിയാല് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങി. ഇതവിടെ ഇതവിടെ ഇവിടെ. അങ്ങനെ നമ്മൾ ഓഡിറ്റോറിയത്തിലെത്തി. അപ്പോൾ ഇതാണ് സ്റ്റേജ് ഇട്ടോ. ഒരു ബ്ലാക്ക് ആൻഡ് റെഡ് തീമിലാണ് സ്റ്റേജ് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. ഞാനങ്ങനെ എവിടെ എല്ലായിടത്തും കണ്ടിട്ടുള്ളൊരു തീമൊന്നല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അതുകൊണ്ട് സ്റ്റേജിൻ്റെ ഡെക്കറേഷനൊക്കെ. അങ്ങനെ ഞങ്ങൾ വന്ന ഉടനെ ഫുൾ ഡിസ്കഷനിലാണ്. കാരണം ഞങ്ങൾ ഡാൻസ് ഉണ്ട് ഗൈസ്. ഇന്ന് ഡാൻസൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാകും. എന്നാലും അതിനുള്ള പ്രിപ്പറേഷൻസ് എന്തൊക്കെയായിരുന്നു എന്ന് ഇതിലിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ വന്ന പാടെ തന്നെ ഡാൻസിൻ്റെ കുറേ ഡിസ്കഷനൊക്കെ കഴിഞ്ഞ് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ഫുൾ അകത്തേക്ക് കയറിയിരിക്കാമെന്ന് വിചാരിച്ചു. കട്ടൻ ചായയും സ്നാക്സൊക്കെ ഉണ്ടായിരുന്നു. കുഴലപ്പം അച്ചപ്പം
ഉണ്ടാക്കുമോ എന്തൊക്കെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് കട്ടൻ ചായയൊക്കെ കുടിച്ചു. അപ്പോഴേക്കും നമ്മൾ ഫാമിലി മെമ്പേഴ്സ് ഓരോരുത്തരായിട്ട് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. പലരെയും നമ്മൾ കുറേ ആയി കണ്ടിട്ട്. പെച്ചീൻ്റെ ഉമ്മാൻ്റെ അനിയത്തിയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ കുറേ ആയി കണ്ടിട്ട് അപ്പം കണ്ടപ്പോൾ ഇങ്ങനെ വിശേഷങ്ങളൊക്കെ സംസാരിക്കുകയായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ സ്റ്റേജിലേക്ക് കയറി. സ്റ്റേജിൽ ചെന്നിട്ട് ഡാൻസ് കളിക്കാനുള്ള സെറ്റപ്പൊക്കെ എങ്ങനെയാണെന്ന് നോക്കിയിരുന്നു. നമ്മൾ സ്റ്റേജിൽ നിന്ന് കളിച്ചൊന്നും നോക്കിയിട്ടില്ലല്ലോ. അപ്പോൾ സ്റ്റേജിൽ എവിടേക്കാണ് നിൽക്കേണ്ടത്, എങ്ങനെയൊക്കെ സ്പേസ് ഉണ്ട് നടക്കാൻ, അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊക്കെ നമ്മൾ കുറേ ഡാൻസ് എന്ന് വെച്ചാൽ ഇങ്ങനെ അങ്ങോട്ട് കുറേ പേര് മാറി നിൽക്കണം, ചില ഡാൻസിൽ ചിലപ്പോൾ പെട്ടെന്ന് വരണം, അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ സ്റ്റേജ് റിഹേഴ്സൽ നോക്കിയിട്ടില്ല. അങ്ങനെ നമ്മൾ സ്റ്റേജിൽ കയറി ജസ്റ്റ് ഒന്ന് ഇപ്പോൾ അവിടുന്ന് റിഹേഴ്സൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവിടെ കയറി ചുറ്റും ഒന്ന് നോക്കുമായിരുന്നു. പിന്നെ എന്താ നമ്മുടെ കല്യാണ പെണ്ണിൻ്റെ ആങ്ങളെ വന്നു കേട്ടോ. അവൻ വന്നിട്ട് ഫാനൊക്കെ നല്ലതാണോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു, കാറ്റ് കിട്ടുന്നുണ്ടോ എന്നൊക്കെ. എല്ലാവർക്കും നല്ല ചൂടെടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ എറണാകുളത്ത് നിന്ന് പോയത് കാരണം അത്രയ്ക്ക് ചൂടങ്ങ് ഫീൽ ചെയ്തില്ല. അങ്ങനെ സ്റ്റേജിൻ്റെ അടുത്തായിട്ട് ഒരു ഡ്രസ്സിംഗ് റൂം ഉണ്ട്. അവിടെ നിന്ന് നമ്മൾ കുറച്ചൊരു റിഹേഴ്സലൊക്കെ ചെയ്ത് നോക്കി ഡാൻസൊക്കെ. അതിൽ ഈ കുക്കൂനി മുന്നേനെ ഇപ്പോഴാണ് കേട്ടോ പഠിപ്പിച്ചു കൊടുക്കുന്നത്. പിന്നെ ഇടയിൽ പെണ്ണിൻ്റെ ഉപ്പ വരുന്നൊരു സീനുണ്ട്. അതിൽ ആപ്പാപ്പ വരില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ എൻ്റെ അപ്പച്ചീനെ ലാസ്റ്റ് മൊമെൻറ്റിൽ ഇപ്പോൾ പഠിപ്പിച്ചു കൊടുത്ത് കയറ്റേണ്ട അവസ്ഥയാണ്. ഒറ്റ ഡയലോഗ് പറയാനുള്ളൂ, എന്നാലും ആ ഒരു കറക്റ്റ് ടൈമിൽ വരാം. അങ്ങനെ കുറച്ച് നേരത്തെ ഡാൻസ് റിഹേഴ്സലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അച്ഛൻ്റെ കസിൻസ് എല്ലാവരും കൂടെ ഒരു ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇതിൽ പലരും മിസ്സിങ് ആണ് കേട്ടോ. അവർക്കൊക്കെ ഇത് കാണുമ്പോൾ മിസ് ചെയ്യുന്നുണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അച്ഛൻ്റെ ഉപ്പാൻ്റെ ഫാമിലിയാണ് കേട്ടോ ഇത് ഫുള്ള്. ഉപ്പാൻ്റെ ഫാമിലിയിലെ കസിൻസ് ആണ് ഞങ്ങളെല്ലാവരും. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഫോട്ടോ ഒക്കെ അത് കഴിഞ്ഞപ്പോഴേക്കും ഇപ്പച്ചീൻ്റെ ഒരു വെൽക്കം സ്പീച്ചൊക്കെ ഉണ്ടായിരുന്നു. അച്ഛനും നിഷാജിനും ആശംസയൊക്കെ പറയുന്നുണ്ടായിരുന്നു. മംഗളങ്ങൾ നേരുന്നതിന് ചേർന്ന മുഴുവൻ കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും ഹാർദവമായ സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ പിച്ചീൻ്റെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു. അല്ലാത്ത സമയത്ത് നമ്മൾ പാട്ടൊക്കെ വെച്ച് കുറേ ഡാൻസൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാം കാണാം. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ വെള്ളം കുടിക്കാൻ വേണ്ടി അടുക്കള വശത്തേക്ക് പോയി. അപ്പോഴേക്കും ഞങ്ങൾ ഫുഡ് അന്വേഷിച്ച് വന്നതാണെന്ന് എല്ലാവരും കരുതിയത് ഗൈസ്. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ ഷാജി അപ്പാപ്പ വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഉപ്പച്ചീൻ്റെ അനിയനാണ്, പൊന്നൂൻ്റെ ഉപ്പയാണ്. അവിടുന്ന് ഞങ്ങൾ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അതൊന്നും ഇതിനകത്ത് ഇടാൻ പറ്റില്ല, കാരണം ബാക്ക്ഗ്രൗണ്ടിൽ ഫുൾ പാട്ടിൻ്റെ ഒച്ചപ്പാടാണ്. അങ്ങനെ അവിടെ കുറച്ച് നേരം ചുറ്റി തിരിഞ്ഞ് അത് കഴിഞ്ഞപ്പോൾ പിന്നെയും ഓഡിറ്റോറിയത്തിൻ്റെ അകത്ത് തന്നെ പോയിരുന്നു. അങ്ങനെ കുറേ പേര് വന്ന് പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഫോട്ടോഷൂട്ടൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഇതാ രണ്ട് ആങ്ങളമാർ കയറി ഇരുന്നിട്ട് ഞങ്ങൾ പിന്നെ ഡാൻസ് ഒരുപാട് ഡിലേ ആക്കാതെ പെട്ടെന്ന് അങ്ങ് ചെയ്തു കേട്ടോ. കാരണം ഒരുപാട് ഡിലേ അത്രയും നേരം ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കണമല്ലോ. പക്ഷേ ഡാൻസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കും ഭയങ്കര സന്തോഷമായി, നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റി. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി, നല്ല അഭിപ്രായമൊക്കെ ആയിരുന്നു. പിന്നെ ഡാൻസിൻ്റെ പാട്ടൊക്കെ ഇട്ടിട്ടുള്ള കറക്റ്റ് വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾക്ക് റീലായിട്ടും ഷോർട്സ് ആയിട്ടൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കുറേ പാർട്ടായിട്ട്. അതിൽ പോയി ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. പെണ്ണിനും അവിടെ ഉപ്പയും ഉമ്മയും ബ്രദറും. അങ്ങനെ അച്ഛൻ ബോറടിച്ചിരിക്കുമ്പോൾ മാള് പോയി ഇടയ്ക്ക് കമ്പനിയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് ഫാൻ പിടിച്ചു കൊടുക്കാൻ ഞാൻ പോകും എന്നൊക്കെ പറഞ്ഞാൽ അവൾ തന്നെ പോകുന്നുണ്ടായിരുന്നു. അവൾ ബ്രൈഡ്സ് മെയ്ഡാണ്, ഫാൻ കൊടുക്കാൻ പോകും എന്നൊക്കെ പറഞ്ഞാൽ അച്ഛൻ്റെ പുറകെ തന്നെയായിരുന്നു ഏകദേശം സമയത്തും. അങ്ങനെ ഓൾമോസ്റ്റ് പ്രോഗ്രാംസ് ഒക്കെ ഒന്ന് സെറ്റ് ആയപ്പോൾ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പോയി ഫുഡ് കഴിക്കാൻ. തലേന്ന് നല്ല നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേട്ടോ കഴിക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെയും നമ്മളെ ബാക്കി പരിപാടികൾ തുടങ്ങാൻ പോവുകയാണ്. എല്ലാവരും തിരിച്ച് ഓഡിറ്റോറിയത്തിലേക്ക് തന്നെ കയറിയിരുന്നു. അപ്പോഴും പാട്ടുകളൊക്കെ നടക്കുന്നുണ്ട് അവിടെ. അപ്പപ്പോൾ പാട്ട് പാടുന്നുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെയും ഫോട്ടോസ് എടുക്കാനുള്ള ഒരു ഫോട്ടോസ് എടുത്തു. പാട്ടും ഡാൻസൊക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ. അങ്ങനെ നമ്മളെ എർമാട്ട് ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടെ നിന്നൊരു ഫോട്ടോ എടുക്കാമെന്ന് കരുതി എല്ലാവരും കൂടെ കയറുന്നതാണ്. അതിൻ്റെ ഇടയിൽ കുക്കൂനെ മിസ്സായി അതിനകത്ത് നിന്ന്. അതായത് അച്ഛൻ്റെ ഉപ്പാൻ്റെ ഫാമിലിയാണ് കേട്ടോ ഇത് ഫുള്ള്, എൻ്റെയും ഉപ്പാൻ്റെ ഫാമിലി. അപ്പോൾ കുക്കു ഉണ്ടായിരുന്നില്ല, കുക്കും കൂടെ ഇതിനകത്ത് വേണമല്ലോ. അപ്പോൾ കുക്കു ഉണ്ടായിരുന്നില്ല അവിടെ. എന്നിട്ട് ഞങ്ങൾ കുക്കുവിനെ കുറേ വിളിച്ച് സ്റ്റേജിൽ നിന്ന്, എന്നിട്ടൊന്നും കേൾക്കുന്നില്ല. അവനാണെങ്കിൽ അവനെ വിളിക്കുന്ന അറിഞ്ഞപ്പോൾ പാട്ട് പാടാൻ വിളിക്കുകയാണെന്ന് കരുതി അവിടുന്ന് മുങ്ങി നിൽക്കുകയായിരുന്നു. എന്നിട്ട് ഞങ്ങൾ കുക്ക് വരുന്ന സമയത്ത് അവനെ ഭയങ്കരമായിട്ട് അങ്ങ് പ്രോത്സാഹിപ്പിക്കാമെന്ന് കരുതി ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കി. അങ്ങനെ ഞാനും ലിച്ചും പിന്നെ അച്ഛൻ്റെ കൂടെ പോയി ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. അച്ഛൻ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന കണ്ടപ്പോൾ. അത് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ എല്ലാവരും സ്റ്റേജിലേക്ക് വിളിച്ചു ഡാൻസൊക്കെ കളിച്ച് സെറ്റാക്കാൻ വേണ്ടിയിട്ട്. പരിപാടി ഒന്നും കൂടെ ഒന്ന് കളറാക്കാമെന്ന് കരുതി. അങ്ങനെ എല്ലാവരും മടിച്ച് നിൽക്കുകയായിരുന്നു കേട്ടോ. ലാസ്റ്റ് പിടിച്ച് വലിച്ച് എല്ലാവരും സ്റ്റേജിൽ കിട്ടുന്ന സീനാണ് കേട്ടോ ഇത്. ഓരോരുത്തരെ പിടിച്ച് വലിക്കുമ്പോൾ അവർ അടുത്ത ആളെ വലിക്കും. അങ്ങനെ ലാസ്റ്റ് എല്ലാവരും കൂടെ സ്റ്റേജിൽ കയറി അടിപൊളിയാക്കി. എന്തായാലും കുറേ നേരം ഞങ്ങൾ അവിടെ താഴെ നിന്നിട്ട് ഡാൻസ് കളിച്ചു, പിന്നെ അവിടെ ഇരുന്ന് ഡാൻസ് കളിച്ചു. അങ്ങനെ മൊത്തത്തിൽ നല്ല വൈബാക്കി എന്തായാലും കല്യാണം തലേന്നുള്ള പ്രോഗ്രാംസൊക്കെ.
ഫുൾ സോങ്സ് ആയതുകൊണ്ടാണ് എനിക്കിത് കംപ്ലീറ്റ് ആയിട്ട് ഇടാൻ പറ്റാത്തത്. ഇനി ഞാൻ ഇതേപോലത്തെ വീഡിയോസ് സോങ്സ് വരുന്നത് ഞാൻ ഷോർട്സ് ആയിട്ട് ഇടുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇത് കാണാവുന്നതാണ്. അങ്ങനെ പിന്നെ ഫുൾ പാട്ടും ഡാൻസ് ആയിരുന്നു കേട്ടോ. ആദ്യം വരാൻ മടിച്ചിരുന്നവരൊക്കെ ലാസ്റ്റ് ആയപ്പോഴേക്ക് സ്റ്റേജിൽ കയറി വൺ ഡാൻസ് ആയിരുന്നു. നല്ല കളർഫുള്ളായി എന്തായാലും പ്രോഗ്രാംസ് ഒക്കെ. അങ്ങനെ വെള്ളവും ചോദിച്ചു തലേന്നത്തെ പരിപാടി കഴിഞ്ഞില്ലേ? കണ്ടില്ലേ നിങ്ങൾ? വെള്ളം കുടിക്കാൻ വന്നേ. കിച്ചണൊക്കെ ക്ലോസ് ചെയ്ത് ഇവിടെ നാളെ ഫുഡ് ഉണ്ടാക്കണം. പക്ഷേ വെള്ളം കുടിക്കാൻ ഇതെന്താ ക്ലാസ്? ചമ്പട്ടി വെള്ളം ഉണ്ട്, ചമ്പട്ടി വെള്ളം. ഇനി ഇതാ വെള്ളത്തിന് വന്നിരിക്കുന്നു. ഒരു വട്ടം കുടിച്ചു പോയതാ. മാറ് മാറ്. ചിക്കൻ പൊരിക്കുന്നില്ല. ഇവള് ലീലാവിലാസങ്ങൾ പൊന്നുമില്ലാതെ വരില്ല എന്നാണ് നാളെ പറയുന്നത്. നിങ്ങൾ പറ. നമുക്കൊരു തീരുമാനത്തിലെത്താം. ഇവിടെ ശരി. അങ്ങനെ കല്യാണത്തലേന്നത്തെ പ്രോഗ്രാംസ് ഒക്കെ നല്ല അടിപൊളിയായി. ഇനി നമുക്ക് കല്യാണത്തിൻ്റെ അന്നത്തെ വിശേഷങ്ങളായിട്ട് കാണാം. അതുവരെ ബൈ.